കൂഫയിൽ നിന്ന് ആളുകൾ ഇങ്ങനെ കത്തേക്കാണ്, ഇവിടെ ആകെ പ്രശ്നമാണ്, അക്രമ ഭരണാധികാരിയാണ്, സമാധാനം തരുന്നില്ല, അങ്ങനെ ആകെ പ്രശ്നമാണ്, നിങ്ങൾ വരണം. മഹാനായ ഹുസൈൻ റളിയല്ലാഹു തആല അൻഹുവിനെ പേടിയാണ് കൂഫയിലേക്ക് പോകാൻ. അവര് ചതിക്കുമെന്ന് പലരും പറഞ്ഞിട്ടുണ്ട്, കൂഫക്കാര് ചതിയന്മാരാണെന്ന് പലരും പറഞ്ഞിട്ടുണ്ട്. അതുകൊണ്ട് അവിടേക്ക് പോകാൻ മനസ്സിനൊരു അറപ്പായിരുന്നു, വെറുപ്പായിരുന്നു. എന്നാലും ഒരുപാട് കത്തുകൾ വന്നു, 1000-ലധികം കത്തുകൾ വന്നു എന്നാണ്. മുത്ത് റസൂലിന്റെ പേരക്കുട്ടിക്ക് കണ്ടു നിൽക്കാൻ പറ്റുവോ? കരഞ്ഞുകൊണ്ട് കത്തെഴുതുമ്പോ പറ്റൂല എന്ന് പറയാൻ പറ്റുവോ? മഹാനായ ഹുസൈൻ റളിയല്ലാഹു അൻഹു തീരുമാനമെടുക്കുകയാണ്. മദീനത്തിൽ നിന്ന് മക്കത്തേക്ക് പോയി കഅബാലയത്തിന്റെ കില്ല പിടിച്ച് കരഞ്ഞുകൊണ്ട് ദുആ ചെയ്തു, അല്ലാഹുവേ ഞാൻ കൂഫയിലേക്ക് പോവുകയാണല്ലാ, എന്റെ ചെറിയ മക്കളാണ് റബ്ബേ, ചെറിയ മക്കളാണല്ലാ, ആ മക്കളെയും കൊണ്ട് ഞാൻ കൂഫയിലേക്ക് പോവുകയാണ് റബ്ബേ. എന്താണ് സംഭവിക്കുന്നതെന്ന് എനിക്കറിയാൻ കഴിയൂല, അവിടെ എന്താണ് നടക്കുന്നതെന്ന് എനിക്ക് പറയാൻ കഴിയൂല എന്ന് പറഞ്ഞുകൊണ്ട് മഹാനായ ഹുസൈൻ റളിയല്ലാഹു തആല അൻഹു പൊട്ടിക്കരഞ്ഞുകൊണ്ട് ദുആ ചെയ്യുമ്പോ അടുത്തൊരാൾ ഇരിക്കുന്നുണ്ട് കഅബാലയത്തിന്റെ പരിസരത്ത്. ആ മനുഷ്യൻ പറഞ്ഞു, നിങ്ങൾ ഹുസൈനല്ലേ? അതെ എന്ന് പറയുമ്പോ അയാൾ പറയുന്നു, ഞാൻ മുസ്ലിമാണ്, ഞാൻ മുസ്ലിമാണ്, ഞാൻ മുസ്ലിം ഇബ്നു ഖൗലാനാണ്. നിങ്ങൾ ഒരിക്കലും കൂഫയിലേക്ക് പോവല്ലേ, അവര് നിങ്ങളെ ചതിക്കും, അവര് നിങ്ങളെ കൊല്ലും. മുത്ത് റസൂലിന്റെ ഒരു പേരക്കുട്ടി പോയ സങ്കടം ഞങ്ങൾക്ക് മറക്കാൻ കഴിയുന്നില്ലോ. പുന്നാര ഹബീബിന്റെ ഹസൻ റളിയല്ലാഹു അൻഹുവിനെ അടക്കിയ ദുഃഖം ഞങ്ങളുടെ മനസ്സിൽ നിന്ന് മാറുന്നില്ല. അതുകൊണ്ട് ഹുസൈനെ, ഇനി ഞങ്ങളുടെ പ്രതീക്ഷ നിങ്ങളാണ്. ആ ഹബീബിന്റെ മുഖമുണ്ടല്ലോ, ആ ഹബീബിന്റെ ശബ്ദമുണ്ടല്ലോ, ആ ഹബീബിന്റെ സൗന്ദര്യമുണ്ടല്ലോ, അതുകൊണ്ട് പോകല്ലേ ഹുസൈനേ.